ഉടമ്പടിയുടെ ധ്യാനത്തിൽ എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, ജപ്തി നടപടി ഒഴിവാകണം, അങ്ങനെ ഒത്തിരിയേറെ സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ. കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, ശരിക്കും തോന്നുന്നു ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നണേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് 33 കോടി രൂപ കടമുണ്ടെന്നാണ്. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇത് എന്താണിത്, പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് പറയണ മുമ്പ് നമ്മളത് ചോദിക്കണമല്ലോ. അത് ചിലത് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 32 കോടി രൂപയുടെ ഓർഡറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനി വരെ സ്കോഷായിപ്പോയി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കണത്. അതിന് ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയെച്ചാന്ന് പറഞ്ഞത്, ആ കമ്പനിയും പോയെന്ന്, നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ്. അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും, അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം. കാര്യം തിരിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ട്? കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കണത്? പക്ഷെ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം. ഇങ്ങനെ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആരോടാണ് പറയണത്, എന്താണ് പറയണത്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം. ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുമായിട്ടാണ്? നിങ്ങളുടെ വിഷയം, ജോലി പോയെന്ന ആ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, എഴുതിയെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അയ്യോ തെറ്റാണല്ല, ഇതിൻ്റെ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ. അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റിൽ വരണം, നേരെ തിരിച്ച് വരണം. യുക്കട്ടെടുത്ത് വരിക എന്ന് പറയില്ല, അതുപോലെ എന്താണ്, വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ്, ദൈവവുമായിട്ട് ബന്ധം. ഉടമ്പടിയിലെ ഫോർമുല എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുലയാണ് ഉള്ളത്. വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ്. അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്തുതിച്ച് പറച്ച് തല്ലി വീഴണ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളിലില്ല. എന്നാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. കാര്യം ആ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കുക, നിങ്ങളൊക്കെ കേട്ട് സ്തുതിച്ച് വിറച്ച് തല്ലി വീഴണമെന്ന്. ഇവിടെ വീഴാൻ സമ്മതിക്കുക. വീണ് കഴിഞ്ഞാൽ അപ്പം അത് പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കുക, അതിനേ ഉള്ളൂ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ, ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം. കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയണത്, എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും. കൃപാസന ഒരു ആധ്യാത്മികമായ കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ടൊരു ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കി, ഇന്ന് അളിയൻ വരും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും, സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക്,
നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാവില്ല ഉടമ്പടി ധ്യാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചോ, വീട്ടിൽ ഉള്ളവർ പിടിച്ചു നിർത്തും. അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാകും. അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല, മാനുഷികവും കുടുംബപരമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിനടുത്ത് വരികയും അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്താ കാര്യം? നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വന്ന് ദൈവവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താ എഴുതി വച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ. ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ അതാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. നമ്മളെക്കുറിച്ച് എഴുതി വച്ചിരിക്കണ കാണിക്കും. കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് തിരിച്ച്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയും നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി ഫോർ ഗുഡ് ഓർ ബാഡ്, നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം. അതായത് എൻ്റെ മക്കളെ, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റാണ്. അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം, പിന്നെ എന്താണ്? ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണേ. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണം. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം. ഇതെല്ലാം പോയിൻറ്റ്സായിട്ട് മാറും. പോയിൻറ്റ്സായിട്ട് മാറി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട, ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ അത് ദൈവാനുഭവത്തിന് വേണ്ടി എന്നെ, മനസ്സിലായില്ലേ? ഉടമ്പടി പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിൽ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള അറിവ്, അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ ഒരു നിയോഗം എന്ന് പറയണത്. കർത്താവേ, എന്നെക്കുറിച്ച് നല്ലതറിയാൻ, നന്നായി അറിയാൻ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ. അപ്പോൾ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം ഇതൊക്കെ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞത് ആ മനുഷ്യൻ്റെ കാര്യം 33 കോടി രൂപ കടമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? നിങ്ങളുടെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അത് കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി, അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി. അത്രയാണ് ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഖത്തറിൽ നിന്ന് വിളി വന്നു, എന്താണ്? നിങ്ങളുടെ ഓർഡർ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണമെന്ന്. ആ മനുഷ്യൻ അപ്പം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അത്രയും സ്പീഡാണ് ഉടമ്പടി എന്ന് പറയണത്. അത്രയും സ്പീഡാണ്. പൂട്ടിയ കമ്പനി വീണ്ടും തുറപ്പിച്ച് നഷ്ടപ്പെട്ട ഓർഡർ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ല ഒരു വിഷയം കഴിഞ്ഞിട്ട് പോയി ഇനി അടുത്ത വിഷയം വരുമ്പോൾ ദൈവത്തോട് ഇടപെടാം. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി, നമ്മൾ സാക്ഷ്യം പറഞ്ഞു പോയി, ഇനി അടുത്ത വിഷയം, എന്നിട്ട് പിന്നെ ലോകത്താനായിട്ട് ജീവിക്കും. എന്നിട്ട് പിന്നെ അവസാനം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയും, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയും. അതായത് നീ വിഷയം വെച്ചാണ് നീ എന്നോടത്ത് അടുത്ത് വരണത്. നിനക്ക് ഞാനല്ല പ്രശ്നം,
വിഷയമാണ് പ്രശ്നം. വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. ഉടമ്പടിയിൽ എപ്പോഴും വരണ വിഷയം, ദൈവം ഒരു ഉടമ്പടി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളെയും ഉടമ്പടിയുടെ ഭാഗമാക്കാൻ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു ഭാഗമാക്കി വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ്? ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് സാഹചര്യത്തിൽ സമ്മർദ്ദം തന്നിട്ട് അത് ഉടമ്പടി വിഷയമാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി സംഭവിക്കുന്നു. 103-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. പ്രവർത്തികളാണ് ജനത്തിന് വെളിപ്പെടുത്തുന്നത്. മോശത്തിന് വെളിപ്പെടുത്തുന്നത് എന്താണ്? വഴികളാണ്. എന്തുകൊണ്ട് നടക്കുന്നു, സാധാരണ വഴികൾ. എന്തുകൊണ്ടാണിത് നടക്കുന്നത്? ഈ വിവാഹം എന്താ ഇത്രയും താമസിച്ചത്? നിങ്ങളും ദൈവവുമായിട്ട് അതിൻ്റെ വഴിയിൽ അതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി. എന്താ 20 കൊല്ലം ഉണ്ടാക്കാതിരുന്നിട്ട് ഇവിടെ ആൾക്കാരെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത്? നീയും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വഴികൾ വെളിപ്പെടുത്തി കിട്ടണം. നമ്മുടെ ഓരോ കാരണം, ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയില്ല, വീടില്ല, അതെല്ലാം ഉടമ്പടി വഴി കിട്ടുമ്പോൾ അതെല്ലാം പ്രവർത്തികളെ ആകുന്നുള്ളൂ. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത്, നീ ഉദ്ദേശിക്കുന്ന പ്രവർത്തികളായിരിക്കും. ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? എന്തിനു വേണ്ടിയാണ്? വഴിയില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട്, മക്കളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്, മക്കൾ കല്യാണം ഒക്കാത്ത എത്ര പേര് ലോകത്തുണ്ട്, ജോലിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്. ദെൻ വൈ യു? അങ്ങനെ ഒത്തിരി പേര് നിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്നെ മാത്രം എന്തിന് കൃപാസനത്തെ വിളിച്ചു, നിന്നെ മാത്രം എന്തിന് ഉടമ്പടിയുടെ ഭാഗമാക്കി? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താ കാര്യം അത്? അതായത് ദൈവത്തിൻ്റെ വഴിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നീയും ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന 90% ആൾക്കാർക്ക് ഇതറിയത്തില്ല. അവരോർക്കണ പ്രവൃത്തിയാണെന്നാണ് അവർ ഓർക്കണത്. സാക്ഷ്യം പറഞ്ഞ് അവർ മൂടും തട്ടിപ്പോകും. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. മനസ്സിലായോ? പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ വഴിയാണ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഞാനും അങ്ങുമായി മോശയെ പോലെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകാൻ ഉടമ്പടിയിലൂടെ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണം. ജനറൽ കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഒരു പേഴ്സണൽ ആൻഡ് പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് വരണം. ഉടമ്പടിയിൽ വരുന്ന ഒരു പ്രശ്നം, ജനറൽ കാറ്റഗറി ഉണ്ട്, പൊതുവായിട്ട് വരുന്ന ഒരു കൂട്ടം. അത് ജനത്തിൻ്റെ കൂട്ടമാണ്. ഈ ജനത്തിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ അനുഗ്രഹം എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവരുടനെ അവർ തിരിച്ചു പോകും ദൈവത്തിൽ നിന്ന്. ഒരിക്കലും വിശ്വാസത്തിലും തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം ലഭിക്കാതിരിക്കുകയോ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ, നിങ്ങൾ ആഗ്രഹിച്ച പറമ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥന മുടങ്ങുകയോ ഉടമ്പടിയുടെ നിബന്ധനകൾ മുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ? ജനറൽ കാറ്റഗറിയിൽ തിരിച്ചുപോക്കുകാരുടെ കൂട്ടത്തിൽ ഇട്ടിരിക്കുകയാണ്. 16:3 ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ അവർ വിശ്വസിക്കണില്ല. മറിച്ച് ഇന്നലെയുള്ള കാലങ്ങളിലെ വിശ്വാസരാഹിത്യത്തിൻ്റെ കാലങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ഏത് ബാറിലും അവർക്ക് കയറാൻ പറ്റുമായിരുന്നു. അതാണ് പ്രശ്നം. ദൈവത്തെ മറന്ന് ജീവിച്ച കാലത്തെ ഞായറാഴ്ച തന്നെ അവർക്ക് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു.
അവർക്ക് ആ സമയത്തൊക്കെ അവർ വേറെ പല അമ്യൂസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കണത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കിട്ടാനത് താമസിക്കുകയാണെങ്കിൽ തിരിച്ചു പോകണമെന്ന് തോന്നും. ഇതൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം നിങ്ങളേതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഒരിക്കൽ ദൈവത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചവൻ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം കിട്ടിയത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ താമസിച്ചത് കൊണ്ടോ അവൻ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു സംശയമില്ല. തിരിച്ചു പോകാൻ ചിന്തിച്ചാൽ മാത്രം മതി. ദൈവിക മേഖലയും ദൈവിക കൃപയും ഇന്ന് ഭൗതികമായ നക്കാപ്പിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അത് കിട്ടിയത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറഞ്ഞു പോയത് കൊണ്ട് പ്രാർത്ഥന മുടക്കാവുന്നു. ദൈവികമായ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോകാവുന്നു നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ തീരുമാനങ്ങൾ പെട്ടെന്ന് വരും. പുറപ്പാട് 32:7-8 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു. പെട്ടെന്ന് ജഡിക മനുഷ്യർക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റും. ഉടമ്പടിയുടെ നിബന്ധനകളിൽ നിന്ന് നിനക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റിയാൽ നിന്റെ തല ചോപ്പ് ചെയ്യാൻ സമയമായെന്ന് നടത്താം. എന്നുവെച്ചാൽ ചായ പിടിക്കാനല്ല, വെട്ടിക്കളയാൻ. എന്നുവെച്ചാൽ നിന്നെ ഓഹരിയിൽ നിന്ന് നിന്നെ മാറ്റിക്കളയപ്പോഴ് അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലേ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടമ്പടി കാലത്ത് ഏതെങ്കിലും സമയത്ത് ഉടമ്പടി എടുത്തതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക്. ഉടമ്പടിയിലൂടെ നമ്മൾ പോവുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായതിനേക്കാൾ ക്ലേശം പിടിച്ച ചില സാഹചര്യങ്ങൾ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതിനകത്തുള്ളതാണത്. വെളിപാട് 11:19. വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. പറഞ്ഞ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത്. അതിനോട് പറഞ്ഞത്, നിന്റെ കാലം എപ്പോൾ എത്തിയാലും നിന്റെ കൂടെ അമ്മ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ മക്കളെ, നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സ്വപ്നം കാണുകയും അതിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നണത് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നിയോഗം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. ദൈവാനുഭവത്തിന് ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിലേ ബാക്കിയെല്ലാം എളുപ്പമാകും. നീ ഇത് അവസാനത്തെ കാരണമായിട്ട് പോലും എഴുതണില്ലല്ലോ. അവസാനം ഒന്നുമില്ലേ, കെട്ടിച്ചു വിട്ട മകളുടെ കാര്യം എഴുതി വെക്കും. കെട്ടിച്ചു വിട്ട മകൾക്ക് എഴുതണ്ടെന്നല്ല കാര്യം, എഴുതാനുള്ള എല്ലാം എഴുതിയെങ്കിലും സ്വന്തം കാര്യം മാത്രമേ എഴുതത്തുള്ളൂ, കുടുംബത്തിലുള്ള കാര്യം മാത്രമേ എഴുതത്തുള്ളൂ. അത് ചില ആൾക്കാർ മാത്രമേ അയൽവാസികളുടെ കാര്യം എഴുതത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ വണ്ടിയും കാശും മുടക്കി ഇടിയും കൊണ്ട് വേർപ്പഴിച്ച് ഇവിടെ പുഴുങ്ങി ഇവിടെ ഇരുന്നിട്ട് നടുകട എഴുതാനാണ് എൻ്റെ കാര്യം നടക്കണ്ട അവിടെ എന്ന് പറയും. അതോടുകൂടി ഉടമ്പടിക്ക് തീരുമാനമാകും. എന്താ കാര്യം? നീ ലോകത്താനാ, നീ ദൈവിക ജീവൻ നിന്നിൽ വസിക്കണില്ല. നീ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കെട്ടിയെടുത്ത് വണ്ടിയും കയറി ഇവിടെ വന്നിരിക്കുകയാണ്. ആ ദൈവത്തിന് പിടികൊടുക്കണ? ദൈവത്തിന് പിടികൊടുക്കരുത്.
മറിച്ച് ദൈവം നമ്മളെ പിടിക്കണം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടിയുടെ കാലങ്ങളിൽ നെഗറ്റീവ്സ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം. തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വെളിപാട് 3:2 ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പറഞ്ഞ എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന് പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇടുന്നത് ഒരു വിഷയം. പക്ഷേ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ, അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മളിൽ. അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം, അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത്. എന്താ കാര്യം? പത്രം കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളായി വെച്ചിട്ടുണ്ടേ, ബേൺ ചെയ്ത് കളയാൻ വേണ്ടി. കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ തറവാട്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ നിലപാട്, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ. മറിച്ച് മര്യാദയ്ക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും ഉടമ്പടി. അപ്പം തന്നെ കർത്താവ് ആൻസർ ചെയ്യും. എന്താ കാര്യം? അവൻ സത്യസന്ധനാണ്, അവൻ ആരെയും പറ്റിക്കണില്ല, അവൻ ആരുടെ മുമ്പിലും മുഖം മൂടി അളിയുന്നില്ല, തുണി ഉരുന്നി കളയണില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം. അപ്പോൾ അതൊരു എളിമപ്പെടലിൻ്റെ ഒരു ഭാഗമാണത്. കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം. ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടണം, വിസ ഇപ്പം പാസ്സാകണം, അതൊക്കെ നിസ്സാര കാര്യമാണ്. അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷമേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചു പറയണമല്ല, ദൈവത്തോട് തോന്നണം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത്. പുറപ്പാട് 32:14 തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ഇവിടെ പ്രശ്നം, നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിലുള്ളവരും നിൻ്റെ അറിവിൽപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ, നിനക്ക് വിഷമം തോന്നിയാൽ, ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും. ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല. നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലരെ കുഴിച്ചിടും, മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും. എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ്
ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ നിത്യത വരെ. ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടിയിലൂടെ അങ്ങയുമായി ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക വിവേചന അധികാര വെളിപാട് ശക്തി എനിക്ക് നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളിൽ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗന്തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും സ്ലോ ആയി പോവും. പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ലേ? ഈ ഉടമ്പടി തരണ കാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എനിക്ക്. അപ്പം നമ്മളൊന്നും മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി. ഉടമ്പടി നമ്മൾ സാക്ഷികൾക്ക് മനസ്സിലാവും ഉടമ്പടി വിത്തിൻ നോ ടൈമായി വർക്കൗട്ട് ചെയ്യണത്. അതിന് മാറ്റമൊന്നുമില്ല. സമയമെന്ന് പറഞ്ഞാൽ സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ്. അതുതന്നെ അതിൻ്റെ വിധാതാവും ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്ത് 31:15. സങ്കീർത്തനം 31:15-16. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്, ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം എവിടെയാണ് കിടക്കുന്നത്? ഭാഗധേയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷെയർ, നമ്മുടെ അവകാശം, നമ്മുടെ നിയോഗം. 6 ഭാഗധേയമാണ് നമ്മൾ നോക്കണം. 6 ഭാഗധേയം, 6 നിയോഗം. അതെന്താണ്? 6ഉം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാകും. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? എൻ്റെ സമയം, എൻ്റെ ജോലി കിട്ടുന്ന സമയം, എൻ്റെ വിവാഹ സമയം, മൈ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഭാഗധേയം, എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം, അതാണ് നിൻ്റെ കയ്യിലാണെന്ന്. അതാണ് സങ്കീർത്തനം 32:31-15. അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ്? നിൻ്റെ കൈകളിലാണ്. എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ്, അല്ലേ? എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ്. അപ്പോൾ എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. സങ്കീർത്തനം 31:15. ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിൽ, നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന ടൈമെങ്കിൽ ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് ജ്ഞാനം 14:13. ജ്ഞാനം 4:13. ജ്ഞാനം 4:13. ഹ്രസ്വകാലം കൊണ്ട് പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട്, ഷോർട്ട് ടൈം കണ്ടാ? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അപ്പൊ ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. എങ്ങനെ? എന്ത് ചെയ്യണം അതിനു വേണ്ടി? അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ്, 90 ദിവസമേ ഉള്ളേ. ഈ 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മോസസിനോട് നീ പറഞ്ഞതുപോലെ മോസസിനോട് നീ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് നീ പറയാൻ എന്നെക്കുറിച്ച് നീ പറയാൻ അത്രയും ആത്മാർത്ഥമായ ആഴമായ ഒരു ബന്ധം ദൈവമേ ഈ പാവപ്പെട്ടവളുമായി പാവപ്പെട്ടവനുമായി അങ്ങ് സ്ഥാപിക്കണമേ. അതിന് ഉടമ്പടിയെ അങ്ങ് ക്രമീകരിക്കണമേ. നല്ല ഉടമ്പടിയുടെ പ്രയുക്തമായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. 15:126:56 ഒറ്റ നമ്പറല്ല, 3 നമ്പറാണ്. 15 ഒരു നമ്പർ, 126 നമ്പർ, 56 വേറെ നമ്പർ. ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ്. അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കണം. കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. കീർത്തനങ്ങൾ 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് 34 സങ്കീർത്തനം 18 തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് കാലാവസ്ഥ. കർത്താവ് അടുത്ത് വരുന്ന കാലാവസ്ഥയാണ്. എന്താണ്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവർക്ക് അവിടുന്നാണ് രക്ഷകൻ. സങ്കീർത്തനം 34:18 വചനമാണ്. അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം നുറുങ്ങിയത്, എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത്, അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്ത് അനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത്. അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമായിട്ട് സ്വന്തം തലയിൽ കൈവെക്കുക. കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണമെന്ന് നീ ബോധ്യപ്പെടുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ അവയവങ്ങളിലും കർത്താവ്, ഓരോ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും ഞടിഞ്ഞെരുമ്പുകളിലും ധമനികളിലും ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും ധമനികളിലും അസ്ഥിക്കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തിരവേദികൾ യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ആ കൈകൾ തന്നെ എടുത്ത് 2 കൈകളും വയറിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉദര സംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ, മക്കളില്ലാത്തവർ, പാങ്ക്രിയാസ് രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പഴുപ്പ് രോഗങ്ങൾ, നടുവെല്ലിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, രക്തം പൊക്കിൻ്റെ രോഗങ്ങൾ, മൊത്തം അറിയാതെ പോകുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ,
കർത്താവ് സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവെ 38 വർഷമായി ഞാൻ അർപ്പിച്ച യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ, കിഡ്നി രോഗങ്ങൾ, നടുവേ രോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, ഉത്തര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ശ്രുതിക്കട്ടെ. മകളെ അദ്ദേഹം 2 കൈ നെഞ്ചത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ, അസ്മ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവ് നിന്റെ തിരുമുറുപാർന്ന വലുതുകരം കർത്താവ് നെഞ്ചിൽ വെക്കണ പ്രാർത്ഥന കർത്താവേ. ബ്രസ്റ്റ് ക്യാൻസറുകൾ കർത്താവേ, നെഞ്ചിൻ്റെ മറ്റ് രോഗങ്ങൾ കർത്താവേ, നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവേ, ന്യൂമോണിയ, ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവേ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ കർത്താവേ, പിൻകഴുത്തിൻ്റെ രോഗങ്ങൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പതിര് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ശ്രുതിക്കട്ടെ. നെറ്റിയിൽ കൈവെക്കുക, 2 കൈകളും ചേർത്ത് നെറ്റി വെക്കുക. നിങ്ങളുടെ രോഗം മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർ, അയൽവാസികൾ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത്. ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ശിരസ് കൈവച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട്, ബ്രെയിൻ ക്യാൻസർ ഉള്ളവരുണ്ട്, തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട്, മൂക്കിൽ കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവില്ലാത്തവരുണ്ട്, ചെവിക്ക് കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശ്രദ്ധിക്കണമേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യത്തിൽ എല്ലാ മാർഗരോഗങ്ങൾ, ശിരസ് സംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ന്യൂറോ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട മുട്ടന്തിക്കുക. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ മുട്ടന്തിക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, സ്ഥലം, വഴി, പ്രൊമോഷൻ, പരീക്ഷ, റിസൾട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. SLC-ക്കാരുണ്ട്, +2 ഉണ്ട്, +1 ഉണ്ട്, ഡിഗ്രിക്കാരുണ്ട്, പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട്. ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജയിലിലായപ്പെട്ടവരുണ്ട്, കേസായിപ്പോയവരുണ്ട്. വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വഴക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷമാറാനും മധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എനിക്ക് സമാപന ആശീർവാദം.